രാവിലെ ഇഡ്ഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ രാവിലെ അതിനുള്ള മാവ് ഞാൻ ഇഡ്ഡലി പാത്രത്തിനകത്ത് കോരി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പുറത്തടുപ്പിൽ ചോറും വെച്ചിട്ടുണ്ട്. ഇനി അത് വേവട്ടെ അവിടെ ഇരുന്നേ. ചമ്മന്തി ഉണ്ടാക്കി തുടങ്ങാവേ. അപ്പോൾ അതിന് ആദ്യമേ തന്നെ തേങ്ങ, വേപ്പില, ഉള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ടിട്ട് മുളക്, ഉപ്പ് എല്ലാം ഇഡ്ഡലി വെന്തു. ഇഡ്ഡലി ഇറക്കാൻ പോവാണ്. അത്ര ചൂട്. ബാക്കി ഒരു ദോശയ്ക്കുള്ള മാവുണ്ട്. ഒരു ദോശയ്ക്ക് ഇല്ല. അപ്പോൾ അത് ഒരു കുട്ടി ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഒരു കുട്ടി ദോശ. ഇനി ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അതിന് ചട്ടിയടുപ്പത്ത് വെച്ച് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് സ്വല്പം കടുകിട്ട് പിന്നെ ഒരു നുള്ള് ഉലുവ ഇട്ടു. അത് രണ്ടും പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്ത് ഉള്ളി മൊരിഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് അത് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചമ്മന്തി അരച്ച് വെച്ചിരിക്കുന്നത് അതിനകത്ത് ഒഴിക്കാം. ഉപ്പ് കറക്റ്റാണ്. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ചമ്മന്തി റെഡിയായി. നമുക്ക് ഇഡ്ഡലി ഇതിനകത്ത് എടുക്കാം കേട്ടോ. ഓരോ ഇഡ്ഡലി 1 2 3 4 5 6 7 8 9 ഇഡ്ഡലി. അപ്പോൾ ഇഡ്ഡലി കണ്ടില്ലേ? നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണേ. ഒരെണ്ണം പോലും പിടിക്കാതെ കിട്ടിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ പ്ലീസ്. അടുത്ത സെക്ഷൻ പാത്രം കഴുകലാണ്. ഒരിടപ്പത്ത് ചിക്കൻ വറുക്കാനിട്ടിട്ടുണ്ട്. മറ്റേ അടുപ്പത്ത് പച്ചക്കറിയും ചെമ്മീനും കൂടെ വെറുതെ മെഴുക്ക് പറ്റി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉച്ചക്കത്തെ കറി ഇതാണ്. ചോറ് റെഡിയായി. അപ്പോൾ ഇത് ചിക്കനകത്ത് ഞാൻ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി,
എല്ലാം കൂടി അരച്ച് വെട്ടി മുളക്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാല എല്ലാ സാധനങ്ങളും കൂടി അരച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഇട്ട് കരട്ടി ഒരു അരമണിക്കൂറോളം വെച്ചിരുന്നതാണത്. അത് ഇപ്പോഴാണ് എടുത്ത് വറുക്കാനിട്ടത്. അപ്പോൾ അത് അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. അത് 2 സെറ്റായിട്ട് ഇടാനുണ്ട്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ പച്ചക്കായും ചെമ്മീനും അത് കുറച്ച് ഏറെ വെള്ളത്തിൽ വെച്ചേക്കണം. പച്ചക്കായ്ക്ക് ഭയങ്കര വേവാണ്, അതുകൊണ്ട് കുറച്ച് ഏറെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അത് വേവട്ടെ കേട്ടോ. ഇനി നമുക്കിത് കോരാവേ മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു സെറ്റിംഗ് കൂടി ഉണ്ടാക്കും, കൂടി തന്നെ കിട്ടോട്ടെ. ചിക്കൻ എല്ലാം വറുത്ത് കഴിഞ്ഞ് ചിക്കൻ നമ്മൾ കോരുവാണെങ്കിൽ ഈ എണ്ണയിൽ ഞാൻ കളയുവാണേ. എന്നുവെച്ചാൽ ഇതിനാ ചിക്കൻ്റെ കീടനും എല്ലാം ഇതിനകത്തുണ്ട്. അപ്പം കൈ പൊള്ളുന്നേ, ആ എണ്ണ ഞാൻ കളയുവാണ്. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ടേ ഇത് നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് അടപ്പത്ത് വെച്ച് നന്നായിട്ട് കഴുകി അടപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം കുറച്ച് എണ്ണ തടവ് വെക്കും. കാര്യം എന്നും ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞാലും ഇത് പെട്ടെന്ന് ക്ലാവ് പിടിക്കും. നമ്മൾ കഴുകാണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാവ് പിടിക്കും. കഴുകാണ്ടല്ല, കഴുകിയിട്ട് ഇതേപോലെ ഇങ്ങനെ മാവക്കാട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലാവ് പിടിക്കും. ഇതിപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പേടിക്കണ്ട, അവിടെ ഇരുന്നോളൂ. ഒന്നിലേക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയാലും മതി. എന്നിട്ട് ഇത്തിരി എണ്ണ കട്ടി കൊടുത്താൽ മതി. കറി പറ്റാറായിട്ടുണ്ട്. ചിക്കൻ്റെ കറുവത്ത് വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഒരു ചായ കുടിക്കുന്ന ശീലമുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറുണ്ട്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 11 മണിയൊക്കെ ആകുമ്പോൾ തല കറങ്ങാൻ തുടങ്ങും. ഒരു ചായ അങ്ങനെ ഞാൻ മധുരമായിട്ട് ഇത്തിരി ചായ കുടിക്കും. ചായയോ കാപ്പിയോ, ഇതിപ്പോൾ കാപ്പിയാണ് എടുക്കുന്നത്. അതുകൂടി കുടിച്ച് കഴിയുമ്പോൾ ഒരു സമാധാനമാവും. അപ്പോൾ ആ ചായയും തിളച്ച് കറിയും പറ്റി ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇവിടെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും തന്നെ ഇല്ല, എല്ലാം കഴിഞ്ഞു. ഇവിടെ മാത്രം തുടക്കാനായിട്ടുള്ളൂ. ബാക്കി പണിയെല്ലാം കഴിഞ്ഞു. പാത്രം കഴുകലും കഴിഞ്ഞ് എല്ലാം റെഡിയായി.